തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ യോഗം ചേർന്നു. സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് യോഗം ചേർന്നത്. യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, 2-3 വർഷം മുമ്പാണ് വയനാട് ഒരു കുട്ടി സർപ്പദംശനമേറ്റ് മരിച്ചത്. നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇപ്രാവശ്യം നമുക്ക് ചില നിബന്ധനകളുണ്ട്. ആദ്യത്തെ 7 ദിവസമോ മറ്റോ 1 മണിക്കൂർ നേരം മോറൽ സയൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. നമുക്കറിയാം, ഈ കരിക്കുലത്തിൽ നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, കരിക്കുലത്തിൽ മോറൽ സയൻസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന മൂല്യങ്ങളൊന്നും എന്താണെന്ന് പോലും കുട്ടികൾക്ക് അറിയാത്ത സ്ഥിതിയാണ്. കാരണം മറ്റ് ത്രികോണമിതിയും അതുപോലെ തന്നെ മറ്റ് രസതന്ത്രമായാലും ഊർജതന്ത്രമായാലും അത് ഒക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ ഒരു യാന്ത്രികമായിട്ട് പോകും. പിന്നെ എവിടെയാണ് കുറച്ചും കൂടി സാധ്യതയുള്ളത്? ലാംഗ്വേജ് ക്ലാസ്സുകളിലാണ്, ഭാഷാ ക്ലാസ്സുകളിലാണ്. ആ ഭാഷാ ക്ലാസ്സുകളിലും സബ്ജക്റ്റിന്റെ വൈപുല്യം മൂലവും മറ്റും പലപ്പോഴും ഇതിന് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ എല്ലാരെങ്കിലും ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് അവരവരുടെ പഠന പ്രവർത്തനം നടത്താറുണ്ട് എന്നുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയംവദ അധ്യക്ഷയായിരുന്നു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ, CRC കോർഡിനേറ്റർമാരായ ശ്രീജ വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വിവിധ സ്കൂളുകളിലേക്കുള്ള ഭരണഘടനാ ബോർഡുകളുടെ വിതരണോദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം മായന്നൂർ GUPS വെച്ച് നടത്തുവാനായി തീരുമാനിച്ചു. കൂടാതെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ഭരണഘടനാ ആമുഖ ബോർഡ് അനാച്ഛാദനം ചെയ്യണമെന്നും ധാരണയായി. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടി പ്രകാരം സ്കൂളുകളിൽ ബോധവൽക്കരണവും കുട്ടികൾ നേടേണ്ട ശേഷികളും ഉറപ്പുവരുത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ നിർദ്ദേശം നൽകി. CCV ന്യൂസ്, കൊണ്ടാഴി.